ഇപ്പോൾ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു മാസം കൊണ്ട് കേസ് അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കത്തക്ക രീതിയിലുള്ള കർശനമായ നിലപാട് ഇപ്പോൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിശ്ചയിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കാൻ പോവുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ ഇടക്കാല റിപ്പോർട്ടും ഒരു മാസത്തിനുള്ളിൽ പൂർണ്ണമായ അന്വേഷണ റിപ്പോർട്ടും ലഭിക്കണം എന്നിപ്പോൾ നിർദ്ദേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ റാം ഞാനും ഒരു പട്ടികജാതിക്കാരനാണ് എന്ന് വരുത്താൻ കള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന ഗൗരവകരമായ പ്രശ്നം നമ്മൾ അഭിമുഖീകരിച്ചതാണ്. കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കാൻ, മുൻകൂർ ജാമ്യം ലഭിക്കാൻ നേരിട്ട് പോലീസ് കസ്റ്റഡിയിലേക്ക് പോവാതിരിക്കാൻ ആസൂത്രിതമായി നടത്തിയ ഒരു നീക്കമായിരുന്നു. അദ്ദേഹം മലയാളിയല്ല, കേരളക്കാരനല്ല. അവിടെ അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള നമുക്കാർക്കും മനസ്സിലാവാത്ത ഒരു ജാതി, അത് പട്ടികജാതിയാണ് എന്ന് വരുത്തി തീർക്കാൻ അങ്ങനെ സർട്ടിഫിക്കറ്റുമായി കോടതിയെ സമീപിക്കാൻ തയ്യാറായപ്പോഴത് കൃത്യമായി വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് തിരിച്ചറിയുകയും ഡോക്ടർ റാമിന് മുൻകൂർ ജാമ്യം അനുവദിക്കാതിരിക്കുകയും ചെയ്തു കോടതി. അതിനെ തുടർന്ന് തലശ്ശേരി കോടതിയുടെ മേലെ ഇപ്പോൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ നിയമവഴികൾ മുഴുവൻ നോക്കി താൻ ചെയ്ത ഒരിക്കലും ഈ സമൂഹം അംഗീകരിക്കാത്ത ജാതി പീഡനം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചിലപ്പോൾ നമ്മളിത് കേട്ടിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു ഗവേഷണ വിദ്യാർത്ഥി തൻ്റെ ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ച സന്ദർഭത്തിൽ അതിൻ്റെ ഗൈഡായിട്ടുള്ള ഉന്നതനായിട്ടുള്ള ഒരു പ്രൊഫസർ നിനക്കെന്തിനാണ് ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള PhD എന്ന് ജാതി അടിസ്ഥാനത്തിൽ തന്നെ ചോദിച്ച ചോദ്യം ഈ കേരളത്തിൻ്റെ മുഖത്ത് കരിവാരി തേച്ച ഒന്നായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. ഇങ്ങനെ അവിടെയും ഇവിടെയുമെല്ലാമായി ജാതി അടിസ്ഥാനപ്പെടുത്തി പ്രത്യേകിച്ച് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ആക്ഷേപിക്കുന്ന അവൻ്റെ അച്ഛനെയും അമ്മയെയും അവരുടെ ജോലിയെയും അവരുടെ കുടുംബത്തെയുമെല്ലാം ആക്ഷേപിക്കുന്ന ജാതി അധിക്ഷേപത്തെ ഈ കേരളം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ഒരു സംശയവുമില്ല. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം ഫ്യൂഡൽ ജീവനതയുടെ ഭാഗമായ ജന്മിത്വം അവസാനിപ്പിച്ച ഒരേ ഒരു സംസ്ഥാനമാണ്. ഭൂഖണ്ഡങ്ങളിൽ മൗലികമായ മാറ്റം ഈ കേരളം വരുത്തിയിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെപ്പോലെയും തമിഴ്നാട് പോലെയും കർണാടകം പോലെ തന്നെയും ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ അരക്കെട്ടുറപ്പിച്ചൊരു നാട് തന്നെയായിരുന്നു കേരളം. വളരെ അപൂർവ കാലം മാത്രമേ ആയിട്ടുള്ളൂ ആ മാറ്റം വരുത്തിയിട്ട്.
VMS പറയുന്നത് പോലെ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ, അതിൻ്റെ മേലെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം. 47 ആഗസ്റ്റ് 15 വരെ അതായിരുന്നു ചിത്രം. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പലരും പറയാറുണ്ട് സനാതനധർമ്മം. എവിടെയായി സനാതനധർമ്മം? ഏത് കാലഘട്ടത്തെ പറ്റിയാണ് ഈ സനാതനധർമ്മക്കാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആർഷഭാരത സംസ്കാരം. ഏത് കാലം? ഏത് കാലത്തെ സംസ്കാരം? നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന നേരത്തെ പറഞ്ഞ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ മനുഷ്യനെ മനുഷ്യനായി കാണാത്ത, അടിമതുല്യമായിട്ട് പാവപ്പെട്ട മനുഷ്യൻ ജീവിച്ച കാലം, അടിമ സമൂഹങ്ങളെ പോലെ വിൽക്കാൻ അവകാശമുള്ള നാട്, വാങ്ങാൻ അവകാശമുള്ള സമ്പന്നരുടെ ചില അപൂർവം വരുന്നവരുടെ നാട്, ഇതായിരുന്നു ഈ കേരളം, പൊതുവെ ഇന്ത്യ. അവിടെ അടിച്ചേൽപ്പിക്കുകയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പദപ്രയോഗങ്ങളെല്ലാം. ഈ വാഗ്ധാരിണിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സനാതനധർമ്മകാലം, ആർഷഭാരത സംസ്കാരത്തിൻ്റെ രീതി ഒന്നും ഈ ഇന്ത്യയിലെ കേരളത്തിലെ മനുഷ്യരനുഭവിച്ചതല്ല, ബ്രാഹ്മണ പ്രയോഗങ്ങളായിരുന്നു. ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ, സവർണ മേധാവിത്വത്തിൻ്റെ കാലം. കേരളത്തിൻ്റെ, തെക്കൻ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അയ്യങ്കാളിയാണ് ഇതിനെ അതിനിശ്ചിതമായിട്ട് വിമർശിച്ച ദാർശനികനായ സന്യാസി വര്യൻ. ഈ കേരളത്തിലെ ദാർശനികതയിലൂന്നിയ നിലപാടുകൾ സ്വീകരിച്ചവരിൽ ഏറ്റവും പ്രമുഖരായ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും വൈകുണ്ഠസ്വാമികളൊക്കെ നവോത്ഥാനത്തിൻ്റെ നായകന്മാരാണ്. ആ കാലത്തൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ സനാതനധർമ്മത്തിൻ്റെ ഒരംശം പോലും ഈ രാജ്യം കൈകാര്യം ചെയ്തിട്ടില്ല. ചാതുർവർണ്ണ വ്യവസ്ഥയായിരുന്നു, ചാതുർവർണ്ണ വ്യവസ്ഥ. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ഉൾക്കൊള്ളുന്ന വർണ്ണം, അത് വളരെ ന്യൂനപക്ഷം. വർണ്ണമില്ലാത്തവർ, അവർണർ, മഹാഭൂരിപക്ഷം. ഈ അവർണരും സവർണരുമുള്ള തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അനുഭവിച്ച ഒരു നാട്. ആ നാട്ടിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തി ഒരു പൊതുപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നവോത്ഥാന പ്രസ്ഥാനം വന്നത്. അതിൻ്റെ വളക്കൂറുള്ള മണ്ണിലാണ് ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെട്ടത്. അതിൻ്റെ കൂടി മൂല്യങ്ങൾ ഉൾച്ചേർന്നുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനം വളർന്നത്. അതിലൂടെയാണ് ഈ കേരളം ഇന്നത്തെ ആധുനിക കേരളമായിട്ട് മാറിയത്.